بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. أما بعد. തൗഹീദിന്റെ തഫ്സീറാണ് നമ്മൾ കഴിഞ്ഞ ദർസിലെടുത്തത്. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ തഫ്സീർ. قال شيخ الإسلام محمد بن عبد الوهاب رحمه الله: باب من الشرك لبس الحلقة والحيط والخيط ونحوهما لرفع البلاء أو دفعه. باب من الشرك لبس الحلقة والخيط ونحوهما لرفع البلاء أو دفعه. لبس الحلقة والخيط ونحوهما لرفع البلاء أو دفعه. ഒരു പരീക്ഷണത്തെ ഉയർത്തുന്നതിനു വേണ്ടിയോ അല്ലെങ്കിൽ തടയുന്നതിനു വേണ്ടിയോ ചരട് അല്ലെങ്കിൽ മോതിരം ഇതുപോലെയുള്ളത് ധരിക്കുക, അത് ശിർക്കിന്റെ ഇനങ്ങളിൽപ്പെട്ടതാണ്. ഒരു പരീക്ഷണത്തെ നീക്കം ചെയ്യുന്നതിനു വേണ്ടി, ഇല്ലാതാക്കുന്നതിനു വേണ്ടി, അല്ലെങ്കിൽ ഒരു പരീക്ഷണം വരാതെ തടയുന്നതിനു വേണ്ടി, ഒരു ഉപദ്രവം വരാതെ തടയുന്നതിനു വേണ്ടി ചരട് കെട്ടുക, മോതിരം ധരിക്കുക എന്നുള്ളത് ശിർക്കിന്റെ ഇനങ്ങളിൽപ്പെട്ടതാണ്. ഈ ബാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നമൻ ലബിസ ഷൈഅൻ ഔ റബത ഷൈഅൻ യഅ്തഖിദ് അന്നഹു യദ്ഫഅ ഇൻദൽ ബലാ ഔ യർഫഅൽ ബലാ യദ്ഫഅ അൻഹുൽ ബലാ ഔ യർഫഉൽ ബലാ ഫഹാദാ മിനശ് ശിർക്ക്. എന്തെങ്കിലും ഒരു വസ്തു, ഒരു ചരടോ അല്ലെങ്കിൽ മോതിരോ, എന്തെങ്കിലും ഒരു വസ്തു നമ്മുടെ ശരീരത്തിൽ ധരിക്കുന്നതോ അല്ലെങ്കിൽ കയ്യിൽ കെട്ടുന്നതോ കാലിൽ കെട്ടുന്നതോ അത് ഉപദ്രവത്തെ തടയും, അല്ലെങ്കിൽ തനിക്ക് ബാധിച്ചിട്ടുള്ള ഒരു പരീക്ഷണത്തെ അത് നീക്കം ചെയ്യും, ഉയർത്തും എന്ന വിശ്വാസത്തോടുകൂടി ഇങ്ങനെ എന്തെങ്കിലും ധരിക്കുന്നത് ശിർക്കാണ്. അതാണ് ഈ ബാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഷേഖ് പറഞ്ഞിട്ടുള്ളത്. ലുബ്സുൽ ഹൽഖ വൽ ഖൈത്ത്, മോതിരം ധരിക്കലും ചരട് കെട്ടലും. ആ രണ്ട് കാര്യത്തെ മാത്രമായി പറയാനുള്ള കാരണം لأنها أغلب ما يعتقد الناس أن يلبسون الحلقة إما في أصابعهم أو في أرجلهم أو في أيديهم، سواء كانت من الخيوط أو من الشعر أو كانت من غيرهما، يقصدون بها أنها تدفع الضرر. ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലായിക്കൊണ്ട് ജനങ്ങൾ അവലംബിക്കുന്നത്. അതായത് പരീക്ഷണം നീക്കം ചെയ്യുന്നതിന് വേണ്ടി, ഉയർത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആപത്തിനെ തടയുന്നതിന് വേണ്ടി ജനങ്ങൾ കൂടുതലും ചെയ്യുന്നത് മോതിരം ധരിക്കലോ അല്ലെങ്കിൽ ചരട് കെട്ടലോ ആണ്. ഈ രണ്ട് കാര്യങ്ങളാണ്. ചിലപ്പോൾ അത് മുടി കൊണ്ടുള്ളതായിരിക്കാം, ചില പ്രത്യേക മൃഗങ്ങളുടെ രോമം ഉപയോഗിച്ചുകൊണ്ട് മോതിരമാക്കിക്കൊണ്ട് അണിയും, അല്ലെങ്കിൽ എന്തെങ്കിലും ചരടുകൾ കെട്ടും, വിരലുകൾ കെട്ടും, അല്ലെങ്കിൽ കാലിൽ കെട്ടുക. ഇതാണ് കൂടുതലും ജനങ്ങൾക്കിടയിൽ സംഭവിക്കുന്നത്. ലിറഫഇൽ ബലാഇ ഔ ദഫഇഹി, ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞ ഒരു പരീക്ഷണത്തെ തന്നിൽ നിന്ന് ഉയർത്തുന്നതിന് വേണ്ടി, ആ പരീക്ഷണം തന്നെ ബാധിച്ച പരീക്ഷണത്തെ തന്നിൽ നിന്ന് ഉയർത്തുന്നതിന്, നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഒന്നുകിൽ അത് കെട്ടുന്നത്. ഔ ദഫഇഹി, അല്ലെങ്കിൽ വരാനിരിക്കുന്ന, സംഭവിച്ചിട്ടില്ലാത്ത എന്നാൽ സംഭവിക്കുന്ന താൻ ഭയപ്പെടുന്ന ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഒരു ദറർ, ഒരു ഉപദ്രവം, അത് വരാതെ തടയുന്നതിന് വേണ്ടിയാണ്
ഈ തരത്തിലുള്ള ചരടുകളോ അല്ലെങ്കിൽ മോതിരം കിട്ടുന്നത് അല്ലെങ്കിൽ അണിയുന്നത്. ഇപ്പൊ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മുൻകാലം മുതൽ, അതായത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ, അതുപോലെ ജാഹിലിയ കാലഘട്ടത്തിലും അതിനുശേഷവും ഒക്കെ ഈ കാലം വരെയും ഒരുപാട് ജനങ്ങൾ വിശ്വസിക്കുന്നത് ഇത്തരത്തിൽ ശരീരത്തിൽ എന്തെങ്കിലും ചരട് കെട്ടുക അല്ലെങ്കിൽ നൂല് കെട്ടുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഉപദ്രവത്തെ തടയുമെന്നുള്ളതാണ്, അല്ലെങ്കിൽ തനിക്ക് ബാധിച്ച ഒരു ഉപദ്രവത്തെ നീക്കം ചെയ്യുമെന്നതാണ് ജനങ്ങളുടെ, ഒരുപാട് ആളുകളുടെ വിശ്വാസം. അപ്പം അതുകൊണ്ട് പലതരത്തിലുള്ള രീതികൾ അവർ അവലംബിക്കുന്നു. ചില നാടുകളിൽ ഒരാടിന് ഏറ്റവും ആദ്യം ജനിക്കുന്ന കുട്ടി, ഒരാടിൻ്റെ ഏറ്റവും ആദ്യത്തെ കുട്ടി, ആ കുട്ടിയുടെ രോമം എടുത്തുകൊണ്ട് അവർ മോതിരം ഉണ്ടാക്കും. എന്നിട്ടത് വിരലിലണിയും, അതായത് ഉപദ്രവത്തെ തടുക്കുന്നതിന് വേണ്ടി. ചില ആളുകൾ അത് കാലിലണിയും, കാലിൻ്റെ വിരലിലണിയും. അപ്പോൾ അതെല്ലാം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന ശിർക്കാണ്. അല്ലെങ്കിൽ ചില നാടുകളിൽ ആടിൻ്റെ ഏറ്റവും ആദ്യത്തെ കുട്ടിയുടെ ആടിൻ്റെ കണ്ണ് ഭക്ഷിക്കുക. ചില നാടുകളിൽ അങ്ങനെ, രോഗത്തെ തടയാൻ അല്ലെങ്കിൽ ഉപദ്രവത്തെ തടയുന്നതിന് വേണ്ടി. قال رحمه الله وقول الله تعالى قل أفرأيتم ما تدعون من دون الله إن أرادني الله بضر هل هن كاشفات ضره أو أرادني برحمة هل هن ممسكات رحمتي قل حسبي الله عليه يتوكل المتوكلون قل أفرأيتم ما تدعون أفرأيتم ما تدعون من دون الله إن أرادني الله بضر هل هن كاشفات ضره أفرأيتم നീ പറയുക قل أفرأيتم ما تدعون من دون الله. അല്ലാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിച്ച് കൊണ്ടിരിക്കുന്നവരെ പറ്റി അവർ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, അവരാലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദ്രോഹം, ഒരു ഉപദ്രവം അവർക്ക് വരുത്താൻ അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഹൽ ഹുന്ന കാശിഫാത്തു ദുർരി, ആ ഉപദ്രവത്തെ നീക്കം ചെയ്യാൻ അവർക്ക് സാധിക്കുമോ? ഔ അറാദനി ബി റഹ്മ, അല്ലെങ്കിൽ അല്ലാഹു തആല അവർക്ക് റഹ്മത്ത് ചെയ്യാൻ, വല്ല അനുഗ്രഹവും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഹൽ ഹുന്ന മുംസികാത്തു റഹ്മത്തി, ആ റഹ്മത്തിനെ പിടിച്ചു വെക്കാൻ അവർക്ക് സാധിക്കുമോ? ഖുൽ ഹസ്ബി അല്ലാ, നീ പറയുക ഹസ്ബി അല്ലാ അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, എനിക്ക് അല്ലാഹു തആല തന്നെ മതിയാകുന്നതിനാണ്. വഅലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, അവന്റെ മേലാണ് തവക്കുൽ ചെയ്യുന്നവർ തവക്കുൽ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വ്യക്തമാക്കുന്നത് അന്നല്ലദീ യഅ്തഖിദു ഫീ ഷൈഇൻ അന്നഹു യക്ഷിഫു അദ്ദുർ ഔ യജ്ലിബു അർറഹ്മ അന്നഹു ഖദ് ദഅാഹു മിൻ ദൂനില്ലാഹ് വറജാഹു മിൻ ദൂനില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പുറമെ ആരെങ്കിലും വിശ്വസിക്കുകയാണ് ഒരു ഉപദ്രവത്തെ തടുക്കാൻ അല്ലെങ്കിൽ ഒരു ഉപകാരത്തെ കൊണ്ടുവരാൻ അല്ലാഹുവിനല്ലാതെ മറ്റെന്തിനെങ്കിലും സാധിക്കും എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ തീർച്ചയായും അവൻ അല്ലാഹുവിന് പുറമെ ആ കാര്യത്തിനോട് ദുആ ചെയ്തു എന്നാണ് അർത്ഥം. ആ കാര്യത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പുറമെ അവൻ അതിനോട് ദുആ ചെയ്തു, ആ കാര്യത്തിൽ അല്ലാഹു തആലയ്ക്ക് പുറമെ അവൻ അതിൽ പ്രതീക്ഷ വെച്ചു. ഏതെങ്കിലും ഒരു ഉപദ്രവത്തെ തടുക്കാൻ അല്ലെങ്കിൽ ഒരു ഉപകാരത്തെ കൊണ്ടുവരാൻ അല്ലാഹു അല്ലാത്തവർക്ക് സാധിക്കും എന്ന് ഒരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ അല്ലാഹു അല്ലാത്തൊരു പ്രതീക്ഷ വെച്ചു, അല്ലാഹു അല്ലാത്തവരിൽ അവൻ തവക്കുൽ ചെയ്തു. അത് ശിർക്കാണ്. ഖുൽ ഹസ്ബി അല്ലാഹ് ഐ കാഫീനി
എനിക്ക് അള്ളാഹു തന്നെ മതിയാകുന്നവനാണ്. അതായത് ഖൈർ കൊണ്ടുവരാനും ഷർറിനെ തടയാനും എനിക്ക് അള്ളാഹു തആല തന്നെ മതിയായവനാണ്, മറ്റൊരാളുടെ ആവശ്യം ഇല്ല. ഖുൽ ഹസ്ബി അല്ലാഹ് അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ യതവക്കലൂന ഫീ ജൽബിൽ ഖൈരി വദഫഇ ശർ. ഷർറിനെ തടുക്കുന്നതിലും ഖൈറിനെ കൊണ്ടുവരുന്നതിലും തവക്കുൽ ചെയ്യുന്നത് അള്ളാഹു തആലയിലാണ്. തവക്കുൽ ചെയ്യേണ്ടത് അള്ളാഹുവിലാണ്. قال وعن عمران بن حسين رضي الله عنه أن النبي صلى الله عليه وسلم رأى رجلا في يده حلقة من صفر. رسول الله صلى الله عليه وسلم ഒരു വ്യക്തിയെ കണ്ടു. അയാളുടെ കയ്യിൽ സുഫ്ർ കൊണ്ടുള്ള മോതിരമുണ്ട്, അതായത് ചെമ്പ് കൊണ്ടുള്ള ഒരു മോതിരമുണ്ട്. فقال صلى الله عليه وسلم ما هذه فقال من الواهنة. പ്രസംഗം ചോദിച്ചു, ഇതെന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ മോതിരം ഇട്ടിട്ടുള്ളത്? ഖാല മിനൽ വാഹിന. വാഹിന എന്ന് പറയുന്ന അസുഖം, അതിൽ നിന്ന് മോചനത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്, ശിഫയ്ക്ക് വേണ്ടിയിട്ടാണ്. വാഹിന എന്ന് പറഞ്ഞാൽ വാതരോഗമാണ്, സന്ധിവാദം. മിനൽ വാഹിന. فقال صلى الله عليه وسلم انزعها അത് നീ ഒഴിവാക്ക്, ഊര്. فإنها لا تزيدك إلا وهنا. കാരണം ഇത് നിനക്ക് വഹനല്ലാതെ, അഥവാ ദൗർബല്യമല്ലാതെ, ദുർബലതയല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. നിന്റെ ദൗർബല്യം അല്ലെങ്കിൽ ദുർബലത കൂട്ടാനല്ലാതെ ഇതുകൊണ്ട് ഉപകാരമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. فإنك لو مت وهي عليك ما أفلحت أبدا. ഈ മോതിരം ധരിച്ചുകൊണ്ട് നീ മരണപ്പെടുകയാണെങ്കിൽ നീ ഒരിക്കലും വിജയിക്കുകയില്ല. റവാഹു അഹ്മദ് ബിസനദിൻ ലാ ബഅസ ബിഹ്. ശരീരത്തിന് ളഅഫ് ബാധിക്കുന്ന രോഗം, അതാണ് വാഹിന, വാതരോഗം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വ്യക്തിയോട് അത് ഊരിക്കളയാൻ പറഞ്ഞു. അവിടെ അയാളുടെ വിശ്വാസം എന്താണ്? അത് ധരിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ തന്നെ ബാധിച്ച ഈ പരീക്ഷണത്തിൽ നിന്ന് തനിക്ക് മോചനം ലഭിക്കും, അല്ലെങ്കിൽ തന്നെ ബാധിക്കാനിരിക്കുന്ന ഈ രോഗത്തെ തൊട്ട് അത് തടയും എന്നാണ് അയാളുടെ വിശ്വാസം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അല്ലാതെ ആ വ്യക്തി തവക്കുൽ ചെയ്തു, അതെന്താണ്? ശിർക്കാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഉപേക്ഷിക്കാൻ വേണ്ടി അയാളോട് കൽപ്പിച്ചു. അതേപോലെ തന്നെ ആ ഒരു അവസ്ഥയിൽ അത് ധരിച്ചുകൊണ്ട് മരണപ്പെട്ടു കഴിഞ്ഞാൽ നീ ഒരിക്കലും വിജയിക്കുന്നതല്ല. വഹാദൽ ഹദീസ് റവാഹു അഹ്മദ് ബിസനദിൻ ലാ ബഅസ ബിഹ് വസ്സഹീഹ് അന്ന ഹാദൽ ഹദീസ് ളഈഫ്. ഈ ഹദീസ് ളഈഫാണ്. قال الشيخ الألباني هذا حديث ضعيف. هذا حديث ضعيف. ഈ ഹദീസ് അദ്ദേഹത്തിന്റെ ضعيف 1229 നമ്പറായിക്കൊണ്ട് ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാഹ് ധരിച്ചുള്ള ഹദീസാണ്. ഹദീസ് ളഈഫാണ്. സനദിലുള്ള ഇൻഖിതാ, സനദ് മുറിയപ്പെട്ടതാണ് ഒന്ന്. طيب. قال رحمه الله وله عن عقبة ابن عامر مرفوعا من تعلق تميمة فلا أتم الله له ومن تعلق ودعة فلا ودع الله له. عقبة بن عامر رضي الله عنه റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർഫൂആയിട്ട് പറയപ്പെടുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരമ്പര മുട്ടുന്ന ഹദീസായിക്കൊണ്ടാണ് പറഞ്ഞത്. മൻ തഅല്ലഖ തമീമ, ആരാണോ തമീമ ധരിച്ചത്, തമീമ കെട്ടിയത്, ഏലസ്, ഫലാ അതമ്മ അല്ലാഹു ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ
കാര്യങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കുന്നതല്ല. ഫലാ അതമ്മല്ലാഹു ലഹു വമൻ തഅല്ലഖ വദഅതൻ വദഅതൻ എന്ന് പറഞ്ഞാൽ ഈ ചിപ്പി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കയ്യിലോ കഴുത്തിലോ കിട്ടുന്ന ആഭരണങ്ങളാണ് ചിപ്പി, കടലിലെ ചിപ്പി അല്ലെങ്കിൽ കക്കയുടെ തോട് കൊണ്ട് മാലയാക്കിയിട്ടോ അല്ലെങ്കിൽ കയ്യിലോ അണിയുന്ന രീതിയിൽ കെട്ടിയിട്ടുള്ളതിനാണ് വദഅ എന്ന് പറയുന്നത്. വമൻ തഅല്ലഖ വദഅതൻ ഫലാ വദഅ അല്ലാഹു ലഹു, ആരാണോ ഈ കക്കയുടെ തോട് കൊണ്ടോ അല്ലെങ്കിൽ ചിപ്പിയുടെ തോട് കൊണ്ടോ ശരീരത്തിൽ കെട്ടിയത്, ഫലാ വദഅ അല്ലാഹു ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരിക്കലും സ്വസ്ഥതയോ അല്ലെങ്കിൽ സമാധാനമോ നൽകുന്നതല്ല. وهذا الحديث رواه أحمد في مسند أحمد. وهذا الحديث أيضا ضعفه الشيخ الألباني في الضعيفة. ഈ ഹദീസും ഇമാം അൽബാനി റഹിമഹുല്ലാ ളഈഫാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കിതാബിൽ അൽ-ളഈഫ ബിറക്കം 1266 നമ്പറായിട്ട് ഇമാം അൽബാനി കൊടുത്തിട്ടുള്ള ഹദീസാണ്. ഹദീസ് ളഈഫ في ضعيف الجامع. وفي رواية من علق تميمة فقد أشرك, ആരാണോ തമീമത്ത് കെട്ടിയത് തീർച്ചയായും അവൻ ശിർക്ക് ചെയ്തു. وهذا جاء بسند صحيح من علق تميمة فقد أشرك, وهذا جاء بسند صحيح. ഇത് സഹീഹായ സനദോടുകൂടി വന്നിട്ടുള്ള ഹദീസാണ്. മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക, ആര് തമീമത്ത് കെട്ടിയോ ഏലസ് കെട്ടിയോ അവൻ ശിർക്ക് ചെയ്തു. وقال رحمه الله ولابن أبي حاتم عن حذيفة أنه رأى رجلا في يده خيط من الحمى فقطعه وتلا قوله وما يؤمن أكثرهم بالله إلا وهم مشركون. وما يؤمن أكثرهم بالله إلا وهم مشركون. ഇബ്നു അബി ഹാത്തിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്നു. ഹുദൈഫ ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഈ അസർ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ഒരു വ്യക്തിയുടെ കയ്യിൽ, ഒരാളുടെ കയ്യിൽ ഒരു ഖൈത്ത്, ഒരു ചരട് കെട്ടിയത് കണ്ടു. മിനൽ ഹുമ്മ, പനി ബാധിച്ച്, ആ പനി, ആ രോഗം നീങ്ങിപ്പോകുന്നതിന് വേണ്ടി, അതിന് ശിഫക്ക് വേണ്ടി കെട്ടിയതാണ്. ഫഖതഅഹു, എന്നിട്ട് അദ്ദേഹം ആ ചരട് മുറിച്ചു കളഞ്ഞു. വതലാ ഖൗലഹു, എന്നിട്ട് ഈ അല്ലാഹു തആലയുടെ ഈ ആയത്ത് പാരായണം ചെയ്തു. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ്, അധികം ആളുകളും അല്ലാഹു തആലയെ കൊണ്ട് വിശ്വസിക്കുന്നില്ല, എങ്ങനെയല്ലാതെ ഇല്ലാ വഹും മുശ്രിക്കൂൻ, ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ, മുശ്രിക്കീങ്ങളായിക്കൊണ്ടല്ലാതെ അവരിൽ അധികം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല. അതെങ്ങനെയാണ്? അതിന് 10ഓളം അഖ്വാലുകൾ ഇമാം ഷൗക്കാനി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു വ്യക്തി അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അല്ലാഹുവിൽ ശിർക്ക് ചെയ്യുന്നത്? അപ്പോൾ അതിലേറ്റവും സഹീഹായിട്ടുള്ള അഖ്വാൽ അന്നഹും യുഅ്മിനൂന ബിർറുബൂബിയ്യ വയുശ്രികൂന ബിൽഉലൂഹിയ്യ. അവർ റുബൂബിയത്തിൽ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നു. അല്ലാഹു തആലയാണ് ഖാലിഖ്, അല്ലാഹു തആലയാണ് റാസിഖ്, അല്ലാഹു തആലയാണ് മുമീത്ത് വമുഹീ വമുമീത്ത്, അല്ലാഹു തആലയാണ് മുദബ്ബിർ. ഇങ്ങനെ അല്ലാഹുവിന്റെ റുബൂബിയത്തിൽ അവർ വിശ്വസിക്കുന്നു. അതാണ് വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ്, അവരിൽ അധികം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, എങ്ങനെയല്ലാതെ ഇല്ലാ വഹും മുശ്രിക്കൂൻ, മുശ്രിക്കീങ്ങളായിക്കൊണ്ടല്ലാതെ. അതേസമയം അവർ ഉലൂഹിയത്തിൽ അവരെന്ത് ചെയ്യുന്നു? ശിർക്ക് ചെയ്യുന്നു. ഇപ്പോൾ റുബൂബിയത്തിൽ അവർ വിശ്വസിക്കുന്നു, അതോടൊപ്പം ഉലൂഹിയത്തിൽ അവർ അല്ലാഹുവിന് പങ്കു ചേർക്കുന്നു. وما يؤمن أكثرهم أي بتوحيد الربوبية بربوبية الله. അല്ലാഹു തആലയുടെ റുബൂബിയത്തിൽ അവർ
വിശ്വസിക്കുന്നു. ഇല്ലാ വഹും മുശ്രിക്കൂൻ, മുശ്രിക്കൂൻ ഫിൽ ഉലൂഹിയ്യ, വഹും മുശ്രിക്കൂൻ ഫിൽ ഉലൂഹിയ്യ, എന്നാൽ അള്ളാഹുവിന്റെ ഉലൂഹിയ്യത്തിൽ, അതായത് ഇബാദത്ത് അള്ളാഹു തആലയ്ക്ക് മാത്രമാണെന്ന കാര്യത്തിൽ അവർ ശിർക്ക് ചെയ്യുന്നു. അതോടൊപ്പം അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിൽ അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ. അതാണ് ഖുബൂരികളുടെ അവസ്ഥ. അവർ റുബൂബിയ്യത്തിൽ, അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിൽ അവർ വിശ്വസിക്കുന്നു, അതോടൊപ്പം അള്ളാഹുവിന്റെ ഉലൂഹിയ്യത്തിൽ അവർ ശിർക്ക് ചെയ്യുന്നു. അപ്പൊ ഈ ബാബിൽ ഇമാം റഹിമഹുല്ലാഹ് ഈ ബാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്, ലാ യജൂസു ലി അബ്ദിൻ അൻ യതഅല്ലഖ ബിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരോട് തഅല്ലുഖ്, അല്ലാഹു അല്ലാത്തവരെ അവലംബിക്കുക, അവർ അല്ലാഹു അല്ലാത്തവരിൽ ഇഅ്തിമാദ് ചെയ്യുക എന്നുള്ളത് പാടില്ല. ലാ യജൂസു ലഹു അൻ യതഅല്ലഖ ബിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്ത എന്തുമാകട്ടെ, ചരടോ അല്ലെങ്കിൽ ഏലസോ ഉറുക്കോ എന്തുമാകട്ടെ, അല്ലാഹു അല്ലാത്തവരെ എന്താണ് അവലംബിക്കുക, തവക്കുൽ ചെയ്യുക എന്നുള്ളത് പാടില്ലാത്തതാണ്. ഫൈൻ തഅല്ലഖ ഖൽബുഹു ബിഗൈരില്ലാഹ് ഫഖദ് അശ്റക, ആരുടെ ഖൽബാണോ അല്ലാഹു അല്ലാത്തതിനോട് തഅല്ലുഖായത്, അല്ലാഹു അല്ലാത്തതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നത്, അല്ലാഹു അല്ലാത്തവരെ തവക്കുൽ ചെയ്തത്, അവൻ ശിർക്ക് ചെയ്തു, തീർച്ചയായും അവൻ ശിർക്ക് ചെയ്തു. അതൊരു ഉപദ്രവത്തെ തടുക്കാനാണെങ്കിലും ഒരു ഉപകാരത്തെ കൊണ്ടുവരാനാണെങ്കിലും അല്ലാഹു അല്ലാത്തവരിൽ തവക്കുൽ ചെയ്യുക, അതിനോട് തഅല്ലുഖായിരിക്കുക എന്നുള്ളത് ശിർക്കാണ്. ഹത്തല്ലദി യതഅല്ലഖു മസലൻ ബിൽ വദീഫ, ഉദാഹരണത്തിന് ജോലിയുമായി ഒരു വ്യക്തി തഅല്ലുഖിലാണ്, അതിനോട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അവന്റെ വിശ്വാസം എന്താണ്? അന്നഹു ലൗ തറക്കൽ വദീഫ ഖാല ഖുതിഅ റിസ്ഖു, ഈ ജോലി ഞാൻ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ എന്റെ റിസ്ക് മുറിയപ്പെടും എന്നാണ് അവൻ പറയുന്നത്. വലജാഅൽ ഫഖർ വല അസാബഹു മാ അസാബ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ദാരിദ്ര്യം ബാധിക്കും, മുസീബത്ത് ബാധിക്കും, ജോലി ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ എന്റെ റിസ്ക് മുറിയപ്പെടും എന്ന് പറയാം. വഹാദാ മിൻ സൂഇൽ മുഅ്തഖദ്, മോശമായ വിശ്വാസത്തിൽപ്പെട്ടതാണ്. വസൂഉ ദൻ ബില്ലാഹ് സുബ്ഹാനഹു വ തആല, അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള മോശമായ വിചാരം, അതിൽപ്പെട്ടതാണ് സംസാരം. ഫലാ യജൂസു അൻ തതഅല്ലഖ ബിഗൈരില്ലാഹ്, അല്ലാഹുവിനോടല്ലാതെ മറ്റൊന്നിനോടും തഅല്ലുഖായിരിക്കുക എന്നുള്ളത് പാടില്ല. ഫൈൻ തഅല്ലഖ ബിഗൈരില്ലാഹ് സാദക വഹ്മൻ വദഅഫൻ, അല്ലാഹു അല്ലാത്തതിനോട് ആരെങ്കിലും തഅല്ലുഖായിട്ടിരുന്നു കഴിഞ്ഞാൽ, അതിനോട് ബന്ധപ്പെട്ടിരുന്നാൽ തീർച്ചയായും അവന്റെ ദുർബലത അധികരിക്കും, അവന് ളഅഫ് ബാധിക്കും, അവൻ കൂടുതൽ ളഈഫാവും. അല്ലാഹു അല്ലാത്തവനെ തവക്കുൽ ചെയ്ത, അല്ലാഹു അല്ലാത്തതിനോട് കൂടുതൽ ബന്ധപ്പെട്ട് കടന്നാൽ അവന്റെ ദുർബലത വർദ്ധിക്കുകയാണ് ചെയ്യുക. ആരാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തതിനെ ഇഅ്തിമാദ് ചെയ്തത്, അവലംബിച്ചത്, അല്ലാഹു അല്ലാത്തതിനെ അവലംബിച്ചത്, തവക്കുൽ ചെയ്തത് ആരാണോ, തീർച്ചയായും അവൻ തവക്കുൽ ചെയ്തിരിക്കുന്ന, അവലംബിച്ചിരിക്കുന്നത് ദുർബലമായിട്ടുള്ള ഒന്നിനെയാണ്, ളഈഫായ ഒന്നിനെയാണ് ആ മനുഷ്യൻ അവലംബിച്ചിട്ടുള്ളത്, തവക്കുൽ ചെയ്തിട്ടുള്ളത്. ഹത്താ ലാ യഅ്തമിദ് അലാ നഫ്സിക്, സ്വന്തം നഫ്സിന്റെ മേലെ പോലും ഒരു വ്യക്തി തവക്കുൽ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അതിനെ ഇഅ്തിമാദ് ചെയ്യാൻ പാടില്ല. സ്വന്തം ശരീരത്തെ പോലും ഒരു വ്യക്തി അവലംബിക്കാൻ പാടുള്ളതല്ല. ആരാണോ സ്വന്തം ശരീരത്തിനെ അവലംബിച്ചത്, അതിന്റെ മേലെ തവക്കുൽ ചെയ്തത്, അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിൽ വിശ്വസിച്ചത്, തീർച്ചയായും അവൻ അവലംബിച്ചിരിക്കുന്നത് അങ്ങേയറ്റം ളഈഫായ ഒന്നിനെയാണ്. ലിഅന്ന നഫ്സ ലാ തുഗ്നി അൻക ശൈഅ, നഫ്സിനെ നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് യാതൊരു ഉപകാരവും ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇൻസാൻ എന്താണ്? ളഈഫാണ്, മനുഷ്യൻ ളഈഫായിട്ടുള്ളവനാണ്. അതേപോലെ മനസ്സുക അള്ളാഹ്, ഏറ്റവും ദുർബലമായിട്ടുള്ളതാണ് നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം, നമ്മുടെ ശരീരം. وإذا كان النبي صلى الله عليه وسلم قال الله له قل لا أملك لنفسي نفعا ولا ضرا إلا ما شاء الله, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ നബിയോട് ഇപ്രകാരം പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഖുൽ, നീ പറയുക, ലാ അംലികു ലിനഫ്സി നഫ്അ, എന്റെ സ്വന്തം നഫ്സിന്, സ്വന്തം ദേഹത്തിന് ഉപകാരമോ വലാ ദർറൻ, ഉപദ്രവമോ വരുത്തൽ എന്റെ അധീനതയിൽപ്പെട്ടതല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ആവശ്യപ്പെട്ടു. മാഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതൊഴികെ.
അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ നഫ്സിന്റെ അവസ്ഥ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നഫ്സ്, അദ്ദേഹത്തിന്റെ ശരീരം, അദ്ദേഹത്തിന്റെ ദേഹം, ആ ദേഹത്തിന് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി കൊണ്ട് ഉപകാരം ഉപദ്രവമോ ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ അതിനേക്കാളുമൊക്കെ ദഈഫായിട്ടുള്ള നമ്മുടെ നഫ്സിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പൊ സ്വന്തം നഫ്സിൽ ഇഅ്തിമാദ് ചെയ്യുക, അതിനെ അവലംബിക്കുക എന്നുള്ളത് പാടില്ല. فهذا بيان أنه لا يجوز التعلق لا بحلقة ولا بخيط ومن يثق بودعه أو يثقون في ناب الأسد وناب النمر أو شعر الفيل فهذا مشرك بالله سبحانه وتعالى. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാത്ത ഒന്നിനെയും തവക്കുൽ ചെയ്യാനോ അവലംബിക്കാനോ പാടുള്ളതല്ല. അത് ചരടാകട്ടെ, ഉറുക്കാകട്ടെ, എലസാകട്ടെ. ഇനി ചില നാടുകളിൽ ചില ആളുകൾ ഈ പറയുന്ന ഉപദ്രവത്തെ തടയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഉപകാരത്തെ കൊണ്ടുവരാൻ വേണ്ടി ചില മൃഗങ്ങളുടെ പല്ലുകൾ മാലയാക്കിക്കൊണ്ടാണ് ഈ സിംഹത്തിന്റെ പല്ല് അല്ലെങ്കിൽ പുലിയുടെ പല്ല്, അതേപോലെ തന്നെ ആനയുടെ വാലിൽ നിന്നുള്ള രോമം, അതൊക്കെ അണിയുന്നതാണ്. അതെല്ലാം എന്താണ്? ശിർക്കാണ്. ഫഹാദാ മുശ്രിക്കുൻ ബില്ലാഹ് സുബ്ഹാനഹു വതആല. അതിൽപ്പെട്ടതാണ് അത്തമായിം അശ്ശിർക്കിയ്യ, ഏലസ്, ഉറുക്കെല്ലാം അതിൽപ്പെട്ടതാണ്. ഹച്ചാലോ ബിവറഖ ഔ മുസ്ഹഫ്. ഈ ഏലസിന്റെ ഉറുക്കിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കടലാസോ അല്ലെങ്കിൽ മുസാഫിന്റെ ഒരു പേജോ തന്നെ ആ വ്യക്തി അതിൽ വിശ്വസിച്ചുകൊണ്ട് അതിനെ അവലംബിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കാണ്. അതിന് സ്വന്തമായി കൊണ്ട് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കാണ്, അവൻ മുശ്രിക്കാണ്. فهذا من هذا الباب من التعلق بما ليس بجائز. ജായിസ് അല്ലാത്തൊരു കാര്യത്തിൽ തഅല്ലുക്കായിരിക്കുക, അതിന് ബന്ധപ്പെട്ട് കിടക്കുക, അതിൽ തവക്കുൽ ചെയ്യുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ അല്ലാതെ ആരെങ്കിലും തവക്കുൽ ചെയ്താൽ, അതായത് ഉപകാരമോ ഉപദ്രവം നീക്കം ചെയ്യാനോ ഉപകാരം കൊണ്ടുവരാനോ സാധിക്കുമെന്ന വിശ്വാസത്തോടുകൂടി അല്ലാഹു അല്ലാത്ത ഒരാൾ തവക്കുൽ ചെയ്താൽ അവൻ മുശ്രിക്കാണ്. അതേപോലെ തന്നെ ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വ്യക്തിയോട് അത് ഊരിക്കളയാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അതായത് ആ വാതരോഗത്തിൽ നിന്ന് മോചനത്തിനു വേണ്ടി ഈ ചെമ്പിന്റെ മോതിരം ധരിച്ച ആളോട് ഇൻസിഅഹാ ഫഇന്നഹാ ലാ തസീദുക് ഇല്ലാ വഹ്ന, അത് നിനക്ക് ളഅഫല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. വഫീഹിൽ ഇൻകാർ ബിതഖ്ലീദ് അലാ മൻ ഫഅല മിസ്ല ദാലിക്. ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്ത ആളുകളെ വളരെ പരുഷമായി പരിക്കൻ ആയിക്കൊണ്ട് ഇൻകാർ ചെയ്യുന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. ഇത്തരത്തിൽ ഏലസും മറ്റും കെട്ടിയിട്ടുള്ള ആളുകളെ ഇൻകാർ ചെയ്യുമ്പോൾ തഖ്ലീദോടുകൂടി പരിക്കനായിക്കൊണ്ട് ഇൻകാർ ചെയ്യുന്നതിന് തെളിവുണ്ട്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആരാണ് ധരിച്ചിട്ടുള്ളത്? തീർച്ചയായും അതെന്താണ്? അവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നേരെ മറിച്ച് ആ കെട്ടിയതിലാണ് അവൻ തവക്കുൽ ചെയ്തിട്ടുള്ളത്. ഏത് കാര്യത്തിലാണോ അവൻ കെട്ടിയിട്ടുള്ളത് ആ കാര്യത്തിലാണ് അവൻ തവക്കുൽ ചെയ്തിട്ടുള്ളത് എന്നതും ഈ ഹദീസിൽ തെളിവുണ്ട്. ഇലാഹുനാ സുബ്ഹാനക വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.